നമസ്കാരം. ഇത് ഹിമവാൻ ബുദ്ധൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ഒരു വാർത്ത ഉണ്ടാക്കി കളയാമെന്ന്, ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് എന്താണ് ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം. വളരെ യാദൃശ്ചികമായ ഒരു സുഖത്തിൻ്റെ ഒരു ചോദ്യമായിരുന്നു ഇതെന്നാണ് ബുദ്ധൻ പറയുന്നത്. തൻ്റെ അഭിപ്രായത്തിൽ കൃഷ്ണനെ പഠിച്ചാൽ നിങ്ങൾക്ക് രാജരാജ ചോരനാവാം. രാജരാജ ചോരൻ എന്നാൽ പെരുങ്കള്ളൻ എന്ന വാക്യാർത്ഥത്തിൽ അതെടുക്കരുത് എന്നുകൂടി പറയട്ടെ. രാജകളവ് നടത്തണമെങ്കിൽ അറിവും ആയുധവും സ്ഥലകാലബോധവും പ്രായോഗികതയും അന്ധക്കരണവും കളവ് ചെയ്യാൻ പോകുന്ന വസ്തുവിൻ്റെ പ്രത്യേകതയും പിന്നെ കൊട്ടാരത്തിൻ്റെ സകല മൂലയും സൈന്യാധിപൻ്റെ ബലഹീനതയും പ്രജകളുടെ മനസ്സും അറിയണമെന്ന്. ഇതൊക്കെ അറിയാമെങ്കിൽ ചതുരംഗ ബുദ്ധി എന്ന തലത്തിൽ എല്ലാത്തിനെയും സമന്വയപ്പെടുത്താൻ കഴിയണമെന്ന് കൂടി പറയുന്നു. ഇത്രയും കഴിവ് രാജാവിനുണ്ടേൽ ആ രാജ്യത്ത് രാജകളവും സാധ്യമാവില്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ രാജാവിനെയും സൈന്യത്തെയും ആയുധമില്ലാതെ ഒരാൾ തോൽപ്പിക്കുന്നതിനെ ആണ് രാജകളവ് എന്ന് പറയുന്നത്. അതായത് രാജാവിനും വ്യവസ്ഥയ്ക്കും മേലെ നിങ്ങൾക്ക് പറക്കണമെങ്കിൽ കൃഷ്ണനാവണം. അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ടത് പറയുകയാണ് എന്തെങ്കിൽ, രാജകളവ് നടത്താൻ ഇറങ്ങുന്ന ചോരൻ അതിനു മുൻപ് പല കളവും നടത്തും. ഇങ്ങനെ നോക്കിയാൽ അവതാരോദ്ദേശപരമായ പല നീചജന്മങ്ങളെയും സ്വന്തം കാര്യത്തിൽ ഇല്ലാതാക്കിയത് എല്ലാം രാജകളവിന് മുന്നേ നടത്തിയ ചെറുകളവുകളായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജകളവായിട്ടുള്ള മഹാകുരുക്ഷേത്രം ചമയ്ക്കേണ്ട സമയമായപ്പോൾ ആയുധമെടുക്കില്ലെന്ന് സുദർശന ചക്രധാരി തീരുമാനിച്ചിടത്താണ് ചതുരംഗ ബുദ്ധി ഇറക്കിയത് എന്നുള്ളതാണ്. യുദ്ധം ചെയ്യാൻ പോയാൽ ഏതേലും മൂലയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ യുദ്ധം തൻ്റെ തീരുമാനപ്രകാരം നടക്കണമെങ്കിൽ മഹാസാരഥിയായി യുദ്ധവീരനൊപ്പം ഉണ്ടാകണമെന്നും, അല്ലെങ്കിൽ ഈ യുദ്ധം തൻ്റെ ശ്രദ്ധക്കുറവിൽ രാജിയായാൽ ഭൂമിക്ക് ഭാരമായ വരസിദ്ധിയുള്ള ക്ഷത്രിയന്മാരുടെ ഉന്മൂലനം ഒറ്റയടിക്ക് നടക്കില്ല എന്നും, യുദ്ധം ചെയ്യുവാനും ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുവാൻ അറിയാമെങ്കിലും വ്യൂഹങ്ങളെല്ലാം മനക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുമെങ്കിലും താനിപ്പോൾ ആയുധം എടുക്കാതെ രാജതന്ത്രം പ്രയോഗിക്കുന്നതാണ് ബുദ്ധി എന്ന് തിരിച്ചറിവ്. ആ തിരിച്ചറിയുന്നിടത്താണ് കൃഷ്ണൻ നമ്മൾ പഠിക്കേണ്ടത്. അരമന രഹസ്യങ്ങളെല്ലാം അറിവുണ്ടായിട്ടും ഒന്നും അറിയാത്തവനെ പോലെ നിന്ന് തനിക്ക് ആവശ്യമുള്ളതും തൻ്റെ വിശ്വസ്തമായിട്ടുള്ള പക്ഷത്തെയും കരിപിടിപ്പിച്ചു ഒരു കാര്യം തീരുമാനിച്ചാൽ എന്തെല്ലാം കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് നടത്തി വിശ്വസ്തരെ മാത്രം കൂടെ കൂട്ടി ശത്രുപക്ഷത്തിലും ബഹുമാനമുണ്ടാക്കണം എന്ന സാമാന്യമായിട്ടുള്ള ബുദ്ധിയെ വളരെ കൃത്യമായി നടത്തിയെടുത്തു എന്നുള്ളതും കൃഷ്ണൻ്റെ മേന്മയാണ്. കർണൻ്റെ ബലഹീനത അധിക്ഷേപിക്കപ്പെട്ടാൽ മറുപക്ഷത്തുറയ്ക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് തറയ്ക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പാഞ്ചാലി സ്വയം വരസമയത്ത് ബുദ്ധിപൂർവ്വം അവഹേളിച്ചിരുത്തി അർജുനോടുള്ള ശത്രുത ഉറപ്പിക്കുകയും ചെയ്തു. ജരാസന്ധനെ അങ്ങനെ വധിക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും ഭീമന്റെ മനസാന്നിധ്യം ഉറപ്പിക്കുവാൻ മഗധയിലെത്തിച്ച് യുദ്ധം നടത്തി. മുറിഞ്ഞാലും മുറികൂടി പുനർജനിക്കാൻ കഴിയുന്ന ജരാസന്ധനെ വധിക്കാൻ ഭീമൻ പാടുപെടുമ്പോൾ എല്ലാം സമന്വയിപ്പിച്ച് ആവേശിപ്പിച്ചുകൊണ്ട് നാര് വലിച്ചു കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് വധം എങ്ങനെ ആയിരിക്കണം എന്നുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ ഭീമനെ തോൽപ്പിക്കാൻ മറ്റാരുമില്ല എന്ന ബോധം അത് അയാളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. 99 കൗരവരെയും അങ്ങനെ തച്ചു കൊല്ലിച്ചു എന്നുള്ളതാണ്. പുറമേ നിന്നുള്ള മഹാരഥികളെയെല്ലാം അർജുനെ ഏൽപ്പിച്ചിട്ട് കൗരവരെ മുഴുവൻ ഭീമനെ ഏൽപ്പിച്ച് കൃത്യമായിട്ടുള്ള പ്ലേസ്മെൻറ്റ് നടത്തുകയും ചെയ്തു കൃഷ്ണൻ. യുദ്ധം വേണമെങ്കിൽ ഒറ്റ അസ്ത്രത്താൽ തീർക്കാൻ കഴിയുമെന്നിരിക്കെ ഭീമപൗത്രൻ്റെ ബലി തന്നെ ചോദിച്ച് കുരുക്ഷേത്രം അതിൻ്റെ വഴിക്ക് തന്നെ നടക്കണമെന്ന് ഉറപ്പിച്ചു. അതും കൃഷ്ണൻ്റെ ബുദ്ധി. കാരണം ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ വംശം നിലനിർത്താൻ ഒരു പക്ഷമുണ്ടാവൂ എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ ബലി നടത്തിയെടുത്തു എന്നുള്ളതാണ്. കർണൻ്റെ ജന്മരഹസ്യം അറിഞ്ഞിട്ടും കുന്തിയോടും കർണനോടും പരസ്പരം സംസാരിച്ചിട്ടും ഒരിക്കൽ പോലും ഈ രഹസ്യം യുധിഷ്ഠിരനോ അർജുനനോ അറിയാതെ ഇരിക്കാൻ കർണപദം പോലും ആർക്കും എത്താൻ കഴിയാത്ത ചതുപ്പിലേക്ക് മാറ്റിയെടുത്തു കൃഷ്ണൻ. താൻ ആഗ്രഹിക്കുന്ന ആൾ തന്നെ ഇന്ദ്രപ്രസ്ഥം ഭരിക്കണമെന്ന് തീർച്ചയാക്കിയിരുന്നു കൃഷ്ണൻ. ഇങ്ങനെ മനസ്സിലറിയ നിമിഷം ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ വിശ്വരൂപ ദർശനം കാട്ടിക്കൊടുക്കുകയും ചെയ്തു അദ്ദേഹം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ ചെയ്തുകൂടെ എന്നുള്ള ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഞാൻ കർമ്മവും നീ കർമ്മിയുമാണ് എന്ന് ബോധിപ്പിച്ച് ഉണർത്തിക്കൊടുക്കുകയും ചെയ്തു കൃഷ്ണൻ. പിന്നെ അർജുനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് അറിയാമായിരുന്ന കൃഷ്ണന് ഇതെല്ലാം പറയാനും കഴിഞ്ഞു. തൻ്റെ കയ്യിലെ ഏറ്റവും മാരകമായിട്ടുള്ള ആയുധത്തെ
അതിന് നല്ലപോലെ രാഗി മൂർച്ച കൂട്ടി ഉപയോഗിക്കുന്ന കശാപ്പുകാരൻ്റെ പണിയെടുത്തു അവിടെ. കർണനെ വാതോരാതെ പുകഴ്ത്തി അർജുനന്റെ ക്ഷാത്രവീര്യം അങ്ങേയറ്റം ഉയർത്തുവാനും ശത്രുതയെ അടിയുറപ്പിക്കുവാനും കൃത്യമായിട്ടുള്ള സമയത്ത് അഭിമന്യുവധം ഓർമ്മിപ്പിച്ച് ധർമ്മം മറക്കുവാനും നിർബന്ധിച്ചപ്പോൾ അർജുനൻ അതിനും വശംവദനായി എന്നുള്ളതാണ്. ഇങ്ങനെ ഇതിഹാസത്തിൽ നൂറുകണക്കിനിടങ്ങളിൽ താൻ ചെയ്യേണ്ട കർമ്മം താൻ ചെയ്തും മറ്റുള്ളവർ ചെയ്യേണ്ട കർമ്മം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചും ഇതിനെല്ലാം വേണ്ട സാഹചര്യങ്ങളും കൗശലങ്ങൾ കൊണ്ടും ചാണക്യബുദ്ധി കൊണ്ടും സൃഷ്ടിച്ചെടുത്തു കൃഷ്ണൻ. പക്ഷേ അവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ബോധ്യമാവും. വാരിക്കുഴി വിട്ട് വീഴ്ത്തുമ്പോഴും എന്തിനിങ്ങനെ ചെയ്തു എന്ന് വീണുകിടക്കുന്നവനെ ബോധിപ്പിക്കുവാനുള്ള മറുവാദവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ചെയ്യുന്ന പണിക്ക് കൃത്യമായിട്ടുള്ള നിർവചനവും കാരണവും അത് ബോധിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു കൃഷ്ണന് എന്നുള്ളതാണ്. അവസാനം ലക്ഷ്യത്തോടടുത്ത് ഏറ്റവും ദുഷ്കരവും ഹൃദയ ചഞ്ചലതയും ചിലപ്പോൾ വളരെ നിർണായകവുമായിട്ടുള്ള ഒരു നിമിഷത്തിൽ അവിടെ വെച്ച് പറയുകയാണ്, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന കടുംപെട്ട് ന്യായവും കണ്ണിൽ ചോരയില്ലാതെ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കൃഷ്ണനെ ബൗദ്ധികമായി പഠിക്കാൻ നമ്മൾ നിൽക്കരുത് എന്നുള്ളതാണ്. കർമ്മബന്ധിയായി പഠിക്കണം എന്നുള്ളതാണ്. കളിയെപ്പറ്റി പറയാം, നിയമം വിശദീകരിക്കാം, തന്ത്രം മെനയാം. പക്ഷേ കളിക്കളത്തിൽ ജയിക്കുക എന്നതേ ലക്ഷ്യമാക്കാവൂ. അവിടെ സീനിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ബൗദ്ധികത ശാരീരികത്തിന് വഴിമാറുന്നിടത്ത് നിയമങ്ങൾക്കല്ല പ്രാധാന്യം, അവസരങ്ങൾക്കും ആയാസരഹിതങ്ങൾക്കുമാണ് പ്രാധാന്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയൊക്കെ വൈഭവമുണ്ടായിട്ടും ദ്വാരകയുടെ പതനവും സ്വന്തം മക്കളെയും നശിപ്പിക്കേണ്ടി വരുന്ന പിതാവിനെയും കൃഷ്ണൻ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. യുദ്ധവീരന്മാരായവരുടെയും മഹാപ്രസ്ഥാനം വഴിയും ഇതിഹാസത്തെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. അതിശക്തന്മാരെ പലരെ വധിച്ചിട്ടും സുദർശനമെന്ന മഹായുധം കയ്യിലുണ്ടായിട്ടും കേവലം വേടൻ്റെ അമ്പിന് വേണ്ടി കാത്തുകിടന്നതും കുരുക്ഷേത്രം ചമച്ച കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത് ഓർക്കേണ്ടിയിരിക്കുന്നു. ഒരു യുദ്ധം കൊണ്ട് ആരും അജയ്യരാവുന്നില്ല. കാലത്തിന് എല്ലാ കർമ്മത്തിനും മറുകർമ്മം ചെയ്യേണ്ടി വരും. ചാക്രികമായി അത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. വിജയങ്ങളിൽ മത്തരാവേണ്ട എന്നും പഠിപ്പിച്ചു. മനസ്സിലാക്കുക, നിങ്ങൾക്കൊരിക്കലും കൃഷ്ണനാവാൻ കഴിയില്ല. പക്ഷേ കൃഷ്ണനെ അവസരോചിതമായി വേണമെങ്കിൽ കടമെടുക്കാം. ഞാൻ അവനെയും കടമെടുക്കുമ്പോൾ എൻ്റെ ശത്രുവും അവനെ തന്നെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. നീയും നിൻ്റെ ലക്ഷ്യവും നിൻ്റെ മാർഗവും അവൻ തന്നെയാണ് എന്ന ബോധത്തിൽ അങ്ങനെ പഠിച്ചാൽ കർമ്മത്തെയും ധർമ്മത്തെയും കാലത്തിനെയും മനസ്സിലാക്കി കുരുക്ഷേത്രം വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആത്യന്തികമായി അവനെ പഠിക്കുന്നവനെ അല്ല, അവനെ പയറ്റുന്നവനെ വിജയിക്കൂ എന്നുള്ളതാണ്. കാരണം അവൻ കർമ്മമാണ്, നീ കർമ്മിയാണ്. ഇത് നേരത്തെ തന്നെ പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. അത് കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ കടമെടുത്ത് പ്രാവർത്തികമാക്കുന്നവനോടൊപ്പം അവൻ ചലിച്ചുകൊണ്ടേയിരിക്കും. പ്രായോഗികത എന്നത് ഏതൊക്കെ തലത്തിലുണ്ടോ അതെല്ലാം കൃഷ്ണൻ ആടിത്തിമിർത്തതാണ്. ഒറ്റ വാക്കിൽ കൃഷ്ണനിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, എന്നാൽ എല്ലാം ഉണ്ട് താനും. പഠിച്ചിട്ട് പണി പറ്റിച്ചിട്ട് വരുമ്പോഴേ കൃഷ്ണൻ പ്രസക്തനാവുന്നുള്ളൂ. അവനെ അറിയുകയും പഠിച്ചിട്ടുണ്ടേൽ നിങ്ങൾ തോൽക്കുന്നുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതാണ് കൃഷ്ണൻ. ഇതിനൊരു രാഷ്ട്രീയ പ്രസക്തി കൂടിയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യുക, നിങ്ങൾ കർമ്മിയാവുക. ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ തന്നെ നേടിയെടുക്കുക. അഭിനവ രാഷ്ട്രീയ കുലാചാര്യന്മാരെല്ലാം തന്നെ ചെയ്യുന്ന ചില നടപടികൾ കൃഷ്ണനെ ചിലപ്പോൾ അനുകരിച്ചു കൊണ്ടായിരിക്കാം. ചെയ്യാൻ കഴിയുന്നവ കുരുക്ഷേത്രത്തിലാണെങ്കിലും വളരെ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞ അതേ കൃഷ്ണൻ്റെ അവതാര ഉദ്ദേശങ്ങളുള്ള ഒരുപാട് രാഷ്ട്രീയക്കാർ ഇന്നുമുണ്ട്. ആ രാഷ്ട്രീയക്കാർ അവരുടെ താണ്ഡവം ആടുക തന്നെയാണ്. അവർ നടത്തുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുതിയ പുതിയ പന്ഥാവിലേക്ക്, ഇന്ദ്രപ്രസ്ഥങ്ങളിലേക്ക് അവരുടെ കാലെടുത്ത് വയ്ക്കപ്പെടുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയക്കാർ ഒന്നുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൃഷ്ണനിൽ നിന്ന് എന്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ കാലം നൽകിയത് എന്താണോ, നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുവാനുള്ള ശ്രമം നടത്തുക എന്നത് മാത്രമാണ്.